ഞാൻ അഖിൽ മാരാറിന്റെ വകതിരിവില്ലായ്മയെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് കമന്റ് വന്നു കേട്ടോ. എന്റെ യൂട്യൂബിലൊക്കെ കമന്റും ഇതൊക്കെ നമ്മളെ തിരക്കി പിടിച്ചൊക്കെ നിങ്ങൾക്ക് നിലപാടുണ്ടോ, കൂടുതൽ ഒലത്തല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് കൂടുതൽ ഒലത്താൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ സഹോദരന്മാരെ സഹോദരിമാരെ. ഓക്കെ, അപ്പൊ അഖിൽ മാരാർ ആദ്യം പറഞ്ഞ കാര്യമാണ് ബിഗ് ബോസ് കണ്ട എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കൂട്ടോ. തിരിച്ചറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് എന്നെ അറിയാം, സോഷ്യൽ മീഡിയ വഴിയായാലും ചാനൽ വഴിയായാലും. അപ്പോൾ ഇന്ന ആളാണ് അഖിൽ മാരാർ, ഇനി അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക്. അപ്പൊ നിങ്ങൾ ഇത് കേട്ടല്ലോ അല്ലേ? അപ്പൊ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ബിഗ് ബോസിൽ പോകുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയണമെന്ന് കേൾക്കൂ. 5 മിനിറ്റ് പോലും എന്റെ ജീവിതത്തിൽ ബിഗ് ബോസ് എന്ന പരിപാടി ഞാൻ കണ്ടിട്ടില്ല. അതിനെക്കാട്ടും ഞാൻ ലുലുമളി പോയി നടുവോടി മുൻപോക്കി കാണിച്ചിരുന്ന ആളുകളെ കിട്ടുന്നു. ഇത് നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഇതല്ലേ നിലപാടില്ലായ്മ. ഇനി അതിനുശേഷം പുള്ളി പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ വയനാടിന് 3 വീട് വെച്ചു കൊടുക്കാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കൂ. ചെയ്തു കൊടുത്തില്ല. വയനാട് വീട് കേരളത്തിൽ വാഗ്ദാനം ചെയ്ത ഒരാൾ പോലും വെച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം സർക്കാരാണ്. അവിടെ വെച്ചു കൊടുക്കുക. വയനാട് വീട് വെച്ച് കൊടുത്തു, അതും ഇല്ല. പിന്നെ അവിടെ നിന്നിട്ട് സർക്കാരുകളെ കുറ്റം പറയുന്നു. അതിനുശേഷം പിന്നീട് തൃക്കാക്കര ഇപ്പോൾ ഇലക്ഷൻ പ്രചരണത്തിന് വന്നിരുന്ന് പറയുന്നത് ഒന്ന് കേൾക്കൂ. ഇപ്പൊ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ പല ആൾക്കാരും നമ്മളെ നോക്കി കൈ കാണിക്കുന്നു, ചിരിക്കുന്നു. ആക്ച്വലി നിലപാടില്ലാത്തത് അവർക്കാണ്. ഞാൻ ഒരാളെയും പറഞ്ഞു പറ്റിക്കത്തില്ല. അത് മാത്രമായിരിക്കും തൃക്കാക്കര ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം. ഇനി അങ്ങനെ ഞാൻ ഒരാളെ പറ്റിച്ചെന്ന് തോന്നിയാൽ ഞാനിനി ജയിച്ചൊരു MLA ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നാൽ പിടിച്ചു നിർത്തി ചോദിക്കും. ഒരു അടി അടിക്കുന്നെങ്കിൽ അടിച്ചോ, ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതൊന്നും. കാരണം എന്തിനാണ് ജനത്തെ പറ്റിക്കുന്നത്? ഞാൻ പറഞ്ഞത് നിലപാട് വേണം. ഒരു വ്യക്തിയായി കഴിഞ്ഞാൽ ഒരാണായാലും പെണ്ണായാലും കൃത്യമായിട്ടുള്ള ഒരു നിലപാട്, ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ നിലപാട് വേണം. നിലപാടില്ലെങ്കിൽ നമ്മൾ ഇതേ കണക്ക് സംസാരിക്കും. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ഇന്ന് പറയുന്നത് നാളെ തിരുത്തി പറയുകയും ഇന്നലെ പറഞ്ഞത് മറ്റേതായിരുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെ? ഇപ്പൊ ഞാനായാലും നാളെ ഞാൻ ഈ പറയുന്ന നിലപാട് നാളെ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യത്തില്ലേ, നിങ്ങൾ എന്നെ തെറി വിളിക്കത്തില്ലേ? ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് നിലപാടുണ്ടോ എന്ന നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് കൃത്യവും ശക്തവുമായിട്ടുള്ള നിലപാടുള്ള വ്യക്തിയാണ് ഞാൻ. പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളാണ്. എന്റെ വീട്ടിൽ എന്റെ സഹോദരന്മാർ പല പാർട്ടികളാണ്. CPI ഉണ്ട്, CPM ഉണ്ട്, അതുപോലെ തന്നെ RSSന്റെ ജില്ലാ കാര്യവാഹനായിരുന്നു എന്റെ ഒരു സഹോദരൻ. അപ്പൊ DYFI ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഉള്ള വീട്ടിലെ ഒരു KSU കാരിയായിരുന്നു. പഴയ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ മുതൽ KSU പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നീട് നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് രാഷ്ട്രീയം ഒന്നും വേണ്ട. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും